എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ വന്ന് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കാത്തത്. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഒരു പായസത്തിൻ്റെ വിശേഷം കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. അതൊന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ തൽക്കാലം അപ്ലോഡ് ചെയ്യുന്നത്. തിരുവല്ലയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പോകുന്ന വഴിയാണ്. തിരുമൂലപുരം എന്നൊരു സ്ഥലത്താണ് ഈ ഒരു പായസക്കട സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ആ റൂട്ട് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് തിരുമൂലപുരം. അവിടെയാണ് ഈ ഒരു പായസക്കട സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം അവിടെ കടലപ്പായസവും അതുപോലെ തന്നെ പാലടയുമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാള സിനിമയിലെ അനശ്വരനായിട്ടുള്ള നടൻ MG സോമൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഒരു പായസക്കട നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയും അതുപോലെ തന്നെ ഫ്രണ്ട്സിലൂടെയും ഒക്കെയാണ് ഈ ഒരു കടയെപ്പറ്റി അറിഞ്ഞ. മധുരം പായസക്കട എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഈ ഒരു മധുരം പായസക്കടയിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ ആ ചുവർ ഭിത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെയൊക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം ഇവിടെ കടലപ്പായസവും അതുപോലെ തന്നെ പാലട പായസവുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഒരു പാത്രത്തിൽ അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് വലിപ്പത്തിനനുസരിച്ചാണ് വിലയും പറയുന്നത്. അങ്ങനെ 2 കൂട്ടം പായസം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന ദിവസം ഇത് 2 മാത്രമേ ഉള്ളായിരുന്നു. തിരുവല്ല ചെങ്ങന്നൂർ റൂട്ടിലൊക്കെ പോകുമ്പം പെട്ടെന്നൊരു മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും വാങ്ങാൻ പറ്റിയ പായസം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം രുചികരമായിട്ടുള്ളൊരു പായസം തന്നെയാണ്. ഞാൻ ആദ്യം പാലട പായസമാണ് നോക്കിയത്. എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.